പാട്ടൊക്കെ പാടുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഞാൻ. എന്റെ ദൈവം, എല്ലാരും പറയുമ്പോ ദൈവത്തെ വിളിക്കും കേട്ടോ, പാട്ട് പാടാൻ പറയുമ്പോൾ. വിഷ്ണുവിന്റെ ഒരു പാട്ട് ഗോപിക്ക് കേൾക്കണം. വിഷ്ണു ചേട്ടാ ഒരു പാട്ട് പാടും. ഗോപിക ശ്രീകുട്ടൻ ചേട്ടന്റെ മുമ്പിൽ വെച്ച് ഞാൻ വരെ പാടി, പിന്നെ ചേട്ടനും പാടാം. ആണോ? ആ ചേട്ടാ എനിക്ക് അങ്ങനെ പാടാനൊന്നും അറിയാൻ പാടില്ല. അപ്പൊ എനിക്ക് ചേട്ടനോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കരുത് ഒരു കാര്യം. എന്താ വെച്ചാല് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ബിനുരാജ് ചേട്ടൻ സംവിധാനം ചെയ്ത നിത്യഹരിത നായകൻ എന്ന് പറയുന്ന സിനിമ. അതില് രഞ്ജിൻ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതില് ശ്രീകുട്ടൻ ചേട്ടനും സുജാത ചേച്ചിയും കൂടി ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് അതിഗംഭീരമായിട്ടുള്ള പാട്ട് പാടിയത്. നീലരാവിലായി വിരിഞ്ഞ നീലരാവിലായി വിരിഞ്ഞ പൂവേ എൻ ചാരെ വന്ന് നീ തലോടി നില്ലേ. ചേട്ടാ ഒന്ന് പാട് 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 പാട്, നന്നായിരിക്കും. പിന്നെന്താണ്? അയ്യോ, അത് കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര പാടാ. ശ്രീകുട്ടൻ ചേട്ടനെ പറ്റുള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നില്ല. വേറെ ഏതെങ്കിലും രണ്ടുപേര് പാടും. എന്നാ ഞാൻ കട്ടപ്പനയിലെ പാട്ടിന്റെ ഒരു 2 വരി പാടാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. അഴകേ അഴകേ നനു നനു വീഴും മഴയേ ഇനി മിഴികൾ ഒരു നിഴലായി നിൻമൊഴിയേ. അഴകേ അഴകേ ഒരു മഴവില്ലിൻ കതിരേ ഇനി മിഴികൾ ഒരു നിഴലായി നിൻവഴിയേ. അത് ഞാന് മുഖസ്തുതി പറയുന്നതല്ല. വിഷ്ണു പാടിയത് ഇത്രയാണെങ്കിലും അതിനകത്ത് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. എന്റെ ദൈവം. സഗപാനിദപാ സഗപാദപമാ പമഗാ മഗരി ഗരിസാ നിരിസാ. കറക്റ്റ് ആയിട്ട് പാടി. വെരി ഗുഡ്. സന്തോഷമായല്ലോ സന്തോഷമായല്ലോ ഗോപിക്ക്. ഇനി ഗോപിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിഷ്ണു ചേട്ടാ, കുഞ്ഞൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ, കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. അമ്മയും അച്ഛനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പുതിയ സിനിമകൾ എന്തൊക്കെയാ? പുതിയ സിനിമ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് 2 എന്ന് പറയുന്ന സിനിമയാണ് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പടം. 6-ാം തീയതി പുതിയൊരു സിനിമ അനൗൺസ് ചെയ്യും നാളെ. ഓക്കെ സർ. ഓക്കെ ചേട്ടാ. ചേട്ടാ പിന്നെ എന്റെ നക്ഷത്രം പൂരാടവാ. അപ്പൊ ചേട്ടന്റെ നക്ഷത്രം ഏതാ? പൂയം. പൂയം. ഓക്കെ. എന്റെ നക്ഷത്രത്തിലുള്ള ആരെങ്കിലും ചേട്ടൻ അറിയാവോ? ഇവിടെ മുമ്പ് സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു സെലിബ്രിറ്റീസ് വല്ലതും ഉണ്ടോന്ന്. അപ്പം സാറിന്റെ അടുത്ത് അറിയാവുന്ന ആരും ഇല്ലാന്ന് പറഞ്ഞു. എന്റെ അച്ഛന്റെ നക്ഷത്രം പൂരാടമാണ്. ആണോ? ഞാൻ പറഞ്ഞില്ലേ പൂരാടം പുരുഷ ലക്ഷണമാണ്. അപ്പൊ വിശ്വസിച്ചില്ല. ഇത് വേറൊന്നുമല്ല. ഈ കൊച്ചു ചോദിക്കുന്ന എന്തിനാന്നറിയാം വിഷ്ണു? സിനിമയിൽ അഭിനയിക്കാൻ അതിയായ മോഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്റെ നക്ഷത്രം രേവതിയാണ്, മോഹൻലാൽ രേവതിയാണ്, MG രാമചന്ദ്രൻ രേവതിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ തുടങ്ങിയാണ് പൂരാടത്തിലാരെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നാളെ നോക്കിയിട്ട് എന്തായാലും ഇപ്പൊ കാസ്റ്റ് ചെയ്യൊന്നുമില്ലല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല. ആ നക്ഷത്രത്തിന് ഉയർച്ചകൾ ഉണ്ടാകുമോ എന്ന് ഒരു ജ്യോതിഷ പ്രവചനം പോലെ ചോദിച്ചെന്നേ ഉള്ളൂ. അതൊന്നും നോക്കണ്ടെന്നേ. എനിക്ക് തോന്നണ ഗോപിയക്ക് അത്രയും അടങ്ങാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഗോപികയും സിനിമയിൽ നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കും. തീർച്ചയായും. മാത്രമല്ല അടുത്ത പടത്തിൽ തന്നെ ചിലപ്പോൾ വിഷ്ണു വിളിച്ചെന്നിരിക്കും. ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും. സവാരി ഗിരിഗിരിയിൽ 2ാമത്തെ ചോദ്യം ഇതാ. പണമില്ലാത്തവൻ ആദർശം പറയരുത്. ഈ ഡയലോഗ് ഈ സിനിമയിൽ ആരോട് പറയുന്നതാണ്? ഓപ്ഷൻ എ മോഹൻലാൽ മണിയമ്പിള്ള രാജുവിനോട്, ഓപ്ഷൻ ബി സോമൻ മോഹൻലാലിനോട്, ഓപ്ഷൻ സി തിക്കുറിശി മോഹൻലാലിനോട്. യുവർ ടൈം ഈസ് റണ്ണിങ്. ചേട്ടാ ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് ഞാൻ പറയൂല. ഞാൻ ആ സിനിമയിലെ പോലെ ആ ഡയലോഗ് പറഞ്ഞുതരാം. ആരാണെന്ന് താൻ ഗസ് ചെയ്യേ. പണമില്ലാത്തവൻ ആദർശം പറയരുത്. മനസ്സിലായി.
ഓപ്ഷൻ സി, തിക്കുറിശി മോഹൻലാലിനോട്. എത്ര ക്ലീൻ ആയിട്ടാണ് മനസ്സിലാക്കി തന്നെ അല്ലേ? അതെ അതെ. അതാകണമെന്നില്ല. തെറ്റിച്ചിരുന്നെങ്കിലേ എനിക്കായിരുന്നു നാണക്കേട്. സി, തിക്കുറിശി മോഹൻലാലിനോട് ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇപ്പം പ്രേക്ഷകർ വിചാരിക്കും ഇത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അത് കേട്ട് നിങ്ങൾ പറഞ്ഞു ഇതെല്ലാം തിക്കുറിശിയാണെന്ന് വിചാരിക്കും. വിഷ്ണുവിൻ്റെ അടുത്ത് നേരത്തെ ഇവിടുന്ന് പറഞ്ഞിരുന്നു ഒന്ന് തെറ്റിച്ചു വിടണമെന്ന് ഗോപിയെ. അയ്യോ, ഏതാണ് ശരിക്ക് തോന്നിയത്? എനിക്ക് അങ്ങനെ തോന്നിയില്ല. അല്ല, എന്നാലും മോഹൻലാൽ മണിയമ്പിള്ളയാണോ സോമൻ മോഹൻലാലാണോ? അല്ല, എനിക്ക് ആദ്യം കേട്ടപ്പോ തോന്നി മോഹൻലാൽ മണിയമ്പിള്ളയോട്. അതായിരുന്നു. ഏയ്, വിഷ്ണു ചേട്ടൻ ചതിക്കൂ. അല്ല, വിഷ്ണു ചേട്ടൻ ചതിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അല്ലേ വിഷ്ണു? ആ സിനിമയിൽ അഭിനയിക്കണോ അത്രേ? അങ്ങനൊന്നുമില്ല. നോക്കാം നമുക്ക്, ശരിയാണോ നോക്കാം സാർ. അപ്പോ തിക്കുറിശേട്ടൻ മോഹൻലാലിനോട് പറഞ്ഞത് ശരി ഉത്തരം അല്ല. അതിന്റെ ശരി ഉത്തരം തിക്കുറിശേട്ടൻ മോഹൻലാലിനോട് പറഞ്ഞാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. താങ്ക് യു സാർ.